ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായ നിറപുത്തരി മഹോത്സവത്തിനായി പത്മനാഭന്റെ മുന്നിൽ സമർപ്പിക്കുവാനുള്ള നെൽക്കതിരുകൾ തയ്യാറായി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്രകാരം നടക്കുന്ന ചടങ്ങിന് ഭഗവാന്റെ മുന്നിൽ തന്നെ വിത്തുപാകി വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. ഒരുപാട് പേരുടെ പ്രയത്നവും അതിലുപരി അവരുടെ കാത്തിരിപ്പുമാണ് എനിക്ക് മുന്നിൽ ഈ വിളഞ്ഞു പാകമായി കിടക്കുന്നത്. നിറപുത്തരി ചടങ്ങുകളുടെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങളുടെ തുടർച്ചയെന്നോണമാണ് പുത്തരിക്കണ്ടത്ത് ഇത്തരത്തിൽ ഈ നെൽക്കതിരുകൾ പാകമായി കിടക്കുന്നത്. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമാണ് നിറപുത്തരി മഹോത്സവം. നിറപുത്തരി നാളിൽ നെല്ലിനെയാണ് പൂജിക്കുന്നത്. കൃഷിയിൽ നല്ല വിളവിനും നാടിന്റെ സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ് നിറപുത്തരി ചടങ്ങ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്രകാരം നടക്കുന്ന ചടങ്ങിനു വേണ്ടി ഭഗവാന്റെ മുന്നിൽ തന്നെ വിത്തുപാകി വിളവെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തിന്റെയും ആചാര സംരക്ഷണത്തിന്റെയും പ്രതീകമായി മാറുകയാണ് പുത്തരിക്കണ്ടത്തെ ഈ നെൽപ്പാടം. പത്മനാഭൻ കിഴക്കോട്ട് പള്ളി കൊണ്ട് കിടക്കുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ മുൻവശത്തുള്ള കണ്ടം പുത്തരിക്കണ്ടം. ആ പുത്തരിക്കണ്ടത്ത് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു പാരമ്പര്യമായ കാർഷിക ക്ഷേത്ര പാരമ്പര്യമുള്ള ഒരു ഉത്സവമാണ്. ഇപ്രാവശ്യത്തെ നിറപുത്തരിക്ക് ആവശ്യമായിട്ടുള്ള പുത്തരി കതിര് നമ്മൾ ചെയർമാന്മാരും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കൗൺസിലർമാരും ചുമന്ന് അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കും. ഇതൊരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തിരുവനന്തപുരം നഗരസഭയിൽ കതിരുകൾ പല കണ്ടങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന കതിരുകളാണ് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭഗവാന്റെ തിരുമുറ്റത്ത് കിഴക്കേ നടയിൽ നിന്നുള്ള പുത്തരിക്കണ്ടത്തിൽ നിന്നും കൊയ്യുന്ന പുത്തരി തന്നെയാണ് ഭഗവാന് മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെയും കാത്തിരിപ്പിന്റെയും വിളവ് കൂടിയാണ് ഇത്തവണ പത്മനാഭന്റെ മുൻപിലേക്ക് എത്തുന്നത്. 38,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ നെൽകൃഷി നടിയിൽ തന്നെ ആരംഭിച്ചത്. ഇപ്പോൾ വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ്. 10 ലക്ഷത്തിലധികം വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള നമ്മുടെ നെൽകൃഷിയുടെ വിളവിനായി നമ്മൾ പാകപ്പെടുത്തിയെടുത്തത്. ഞങ്ങളുടെ മേയർ നിർദ്ദേശം തന്നു. അതുപോലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമന അജിത് സാറിൻ്റെ നേതൃത്വത്തിൽ മാത്രമാണ് നമ്മൾ ഇത്രയും വെള്ളം നമുക്ക് ലഭ്യത കുറവില്ലാതെ വെള്ളം പറയുമ്പോൾ തന്നെ അന്നേരം ഞങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ സാർ ഞങ്ങൾക്ക് വെള്ളം കൂടെ അറേഞ്ച് ചെയ്തതാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് മികച്ച വിളവെടുപ്പാണ് ഇത്തവണ പുത്തരിക്കണ്ടത്ത് നിന്നും ലഭിച്ചത്. നമ്മുടെ ഈ ഭരണസമിതിയും നമ്മുടെ ആരാധ്യനായ മേയറും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ അജിച്ചേട്ടനൊക്കെ വളരെ ശ്രമപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വർഷം ഇത്തരത്തിലൊരു സംരംഭം തുടക്കം കുറിക്കുവാൻ സാധിച്ചതിൽ ഭഗവാനോട് നന്ദി പറയുന്നു. പ്രതിദിനം 10,000 ലിറ്റർ വെള്ളം തളിച്ചായിരുന്നു കൃഷി. നഗരസഭയും ഭരണസമിതിയും നൽകിയ മികച്ച പിന്തുണയാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് കാണുന്ന ഈ നെൽപ്പാടം. ഈ മാസം 29-ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കതിർക്കറ്റകൾ കൊയ്യാനെത്തും. അന്നേ ദിവസം വൈകുന്നേരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നഗരസഭാ ഭരണസമിതി നിറപുത്തരിക്കായി കതിർക്കറ്റകൾ ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്കായിട്ടുള്ള നെൽക്കതിർക്കറ്റകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വിളവെടുപ്പിനായി കാത്തിരിക്കുകയാണ് ഈ ഓരോ നെൽക്കതിരുകളും. ശ്രീ പത്മനാഭന്റെ മുൻപിലേക്ക് നിറപുത്തരി ചടങ്ങുകൾക്കായി എത്താൻ വേണ്ടി ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.